ഹായ്, എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവകൃപയാൽ ഇവിടെയും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഡാഡിയും സുഖമായിട്ടിരിക്കുന്നു. കുറേ പേര് ചോദിച്ചു എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ആ കബോർഡ് അടിച്ചേ, അതാണ്ട് മൊബൈലിൻ്റെ സൗണ്ട് വരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഖിൽ മാത്രം ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഇൻട്രോയിൽ ഞാൻ കുറച്ച് പറഞ്ഞായിരുന്നു, എല്ലാവരും എന്നത്തെ ഇൻട്രോ ആണെന്ന് പറഞ്ഞ് കേൾക്കാതെ പോയിക്കണം. അഖിൽ ഒരു മിനിറ്റ്, അച്ചാച്ച ഓള് കോളേജിൽ നിന്ന് വന്നേ, അവന് ചായയൊക്കെ എടുത്ത് കൊടുത്ത്. കോളേജിൽ പോയത് ഉച്ചയ്ക്ക് പോയാൽ മതിയായിരുന്നു, കഴിച്ചിട്ടൊക്കെയാണ് പോയത്. ഇപ്പം വന്നിട്ട് പിന്നെ ചായയും ബിസ്ക്കറ്റും കൂടെ എടുത്ത് കൊടുത്ത്. അങ്ങനെ അഖിൽ ചോദിച്ചു. അപ്പോൾ ഞാൻ അഖിലിനോട് പറഞ്ഞായിരുന്നു, ഞാൻ എഡിറ്റിങ് ചെയ്തിട്ടാ മോൻ ചോദിക്കുന്നേ, അല്ലെങ്കിൽ ഞാൻ വീഡിയോയിൽ പറഞ്ഞവൻ ചിന്തിക്കത്തില്ല ചേച്ചി ഞാൻ ചോദിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞതാണ്. ചിലരുടെ കമൻസ് കാണുമ്പോൾ അറിയാം അവർ സ്കിപ്പ് അടിക്കാതെ കാണുന്നത്, സ്കിപ്പ് അടിച്ച് പോകുന്നവരെ അറിയാം. ചിലർ വന്ന് ക്വസ്റ്റ്യൻ ചിലത് ചോദിക്കും, വീഡിയോയിൽ നമ്മൾ പറഞ്ഞാലും വന്ന് ചോദിക്കും. അപ്പം നമുക്കറിയാം അവർ സ്കിപ്പ് അടിച്ചാൽ പോകുന്നത്. അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ്, സ്കിപ്പ് സ്കിപ്പ് ചെയ്യാത്ത. പിന്നെ ഞാനൊരു ദിവസം ഇന്നലെ എനിക്കൊരു കമൻറ്റ്, മീനു ജോയി എന്ന് പറഞ്ഞൊരു എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ്, ഡെങ്കുവാ, എല്ലാവരോടും പറയണേ, നിങ്ങളോട് എല്ലായിടത്തും പറയണേ പ്രാർത്ഥിക്കാൻ, പ്ലേറ്റഡ് കൗണ്ട് കൂടാനായിട്ടെന്നൊക്കെ ഒരു കമൻ്റ് ഇട്ടായിരുന്നു. അതുപോലെ നേരത്തെ ഞാനൊരു മോളുടെ കാര്യം പറഞ്ഞില്ലേ, അവൾ SAT നിന്ന് പോയിട്ട് അവിടെയും കാണിച്ചാൽ അവർ പറഞ്ഞ് വലിയ സിസ്റ്റാ, ഓപ്പറേഷൻ ചെയ്യണം. അങ്ങനെ എന്നോടിന്നിപ്പം പറഞ്ഞ് ചേച്ചി പ്രാർത്ഥിക്കണേ, എന്തോ ചെയ്യാനാ, കുഞ്ഞുങ്ങളുടെ പരീക്ഷയൊക്കെയാണ്, തിങ്കളാഴ്ച പോയി അഡ്മിറ്റായിട്ട്. അത് പിന്നെ നമ്മുടെ കാര്യം പറഞ്ഞതുപോലെ ഒട്ടും എന്തോ ഒരു ധൈര്യമില്ല, അങ്ങ് കരയുവാങ്ങ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ അന്ന് മുതൽ പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ ദൈവം എന്താണെന്ന് വെച്ചാൽ അതുപോലൊക്കെ നടക്കട്ടെ. ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്തല്ല പറ്റത്തുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് ഇവിടെ ഒന്നുമില്ല. ഇവിടെയും പ്രീസമ്മോൻ്റെ മന്ത്ലി എക്സാം ഇനിയും മൺഡേയിലൂടെ ഉണ്ട്, തീരും അന്നുകൊണ്ട്. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, ദൈവകൃപയാ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഗീതേച്ച് പറഞ്ഞായിരുന്നു, ബിജി ടെൻഷനുള്ള വരുന്നതൊന്നും അപ്പച്ചനോട് ഡാഡിയോട് പറയല്ലേ. ഡാഡിയുടെ സിസ്റ്ററുടെ കാര്യം ഡാഡിക്ക് തന്നെ ഫോൺ വന്നത്, ഡാഡിയാണ് ഞങ്ങളോട് പറയുന്നത്. അല്ലാതെ കാരണം ഡാഡിയുടെ അനന്തരവനെ വിളിച്ച് പറഞ്ഞത്. ഡാഡി അങ്ങനെ ഒത്തിരി മനക്കെട്ടിയുള്ള ആളാണ്, പക്ഷേ പ്രായമായില്ലേ, ആയപ്പം അങ്ങൊരു ഒത്തിരി നെർവസ് പോലെ ആയി ആൾ. അല്ലെങ്കിൽ കാരണം ഡാഡിയുടെ ലൈഫിൽ ഡാഡി അനുഭവിക്കാത്ത ഒന്നുമില്ല. പലരും പറഞ്ഞു. എന്നിട്ട് ഒരു കമൻറ്റ് പറഞ്ഞു, ബിജി എന്തായിട്ടാണ് ഡാഡിയെ നോക്കുന്നതെന്ന്. അതെന്ന് പറയുന്നത് ഓരോ വ്യക്തികളും എൻ്റെ ഇതിൽ അവർ ജനിച്ച് വളർന്ന രീതി, നമ്മുടെ പേരൻസാണ് നമ്മളെ. പേരൻസ് എന്ന് പറഞ്ഞാൽ അമ്മമാരാണ് പെമ്മക്കൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ഞാൻ കല്യാണം കഴിഞ്ഞ് ഇവിടെ വരുന്ന ഉടനെ എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നതാണ്, നമ്മളെ അവിടെ ചെല്ലുമ്പോൾ അത് നീ നിൻ്റെ വീടാണ്, അവിടെ ഉള്ളവരെല്ലാം നിൻ്റെ അപ്പനും നിൻ്റെ സഹോദരങ്ങൾ ആരെന്ന് വെച്ചാൽ അതനുസരിച്ച് നീ കാണണം. അത് നമ്മുടെ അമ്മമാർ നമുക്ക് പറഞ്ഞു തരുന്നത്. മിക്ക വീടുകളിലും പ്രശ്നങ്ങളുണ്ടാകുന്ന ഈ അമ്മമാർ കല്യാണം കഴിഞ്ഞാൽ പിന്നെ മക്കൾക്ക് കൂടുതൽ മക്കളെ അങ്ങ് ആവശ്യമില്ലാത്ത കാര്യത്തിൽ അമ്മമാരെ ഇടപെട്ടിത്തരുത്. നല്ല ഉപദേശം കൊടുക്കുന്ന അമ്മമാരാണെങ്കിൽ പോട്ടെന്ന് പറയാം. ഇപ്പം ഞാൻ ആരെയും കുറ്റം പറഞ്ഞല്ല, എല്ലാവരും അവരവരുടെ, ഇപ്പം ഞാനും പ്രായമാകും, അതൊക്കെ നമ്മുടെ മനസ്സിൽ വെച്ചിട്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ അപ്പനാണ് നല്ല. കാരണം എൻ്റെ ഡെലിവറി സമയം, ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന് 4-5 മാസമായപ്പോഴത്തേക്ക് പ്രഗ്നൻ്റായി. അപ്പം ഞാനങ്ങ് എല്ലാം വീട്ടിൽ ചെയ്യുമായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒട്ടും ഈ സ്മെല്ലൊക്കെ, വോമിറ്റിങ്, ഭയങ്കര വോമിറ്റിങ്, ഒന്നും കഴിക്കാനും അങ്ങനെ. എൻ്റെ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്നും ഡാഡിയാണ് എന്നെ നോക്കിയത്. കാരണം നോക്കിയതെന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് എടുത്ത് പൊക്കി നോക്കിയെന്നല്ല പറഞ്ഞത്. ഇപ്പോൾ ഒരു ചായ ഇട്ട് തരാനാണെങ്കിലോ എൻ്റെ അടുത്ത് പറയാം, അവരൊക്കെ ഞാൻ വരുന്നതിന് മുമ്പിട്ടേ അവർ തന്നെ എല്ലാം ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പം അവരുടെ രീതിയിൽ നമ്മളിപ്പോൾ ടേസ്റ്റായിട്ട് ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ. എന്നാലും അടിയെ കഴിയുന്നത് പോലെ പറയും, നീ റെസ്റ്റ് എടുത്തോ. പിന്നെ എനിക്ക് റെസ്റ്റ് എടുക്കാനും പറഞ്ഞായിരുന്നു, റെസ്റ്റ് എടുത്തോ, എന്നെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാമെന്ന്.
അങ്ങനെയൊക്കെ എന്നെ ഒത്തിരി കെയർ ചെയ്തിയ അതൊക്കെ ആയപ്പം എനിക്കും അങ്ങ് ഇത് ഇന്നലെ ഭയങ്കര ഇതായി. അതൊക്കെ എനിക്ക് പെട്ടെന്ന് ഞാൻ ചിന്തിച്ചു പോയി. അതുകൊണ്ട് നമ്മളെപ്പോഴും എൻ്റെ അപ്പനാ എന്നുള്ള രീതിയിൽ ഞാൻ കാണുന്നു. അങ്ങനെ എല്ലാവരും ഇങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്താൽ നല്ല. നമ്മളും പ്രായമാകും, നമ്മുടെ മക്കൾ കല്യാണം കഴിക്കും, അവർക്ക് വരുന്ന മക്കളിപ്പം നമ്മളെ നോക്കുമോ നോക്കത്തില്ലോ നമുക്ക് പറയാനൊക്കത്തില്ല. ഓരോരുത്തരുടെയും തലേവര പോലെ ഇരിക്കും അതൊക്കെ അല്ലേ. എടാ നീ വലുതായ നീ കല്യാണം കഴിച്ചിട്ട് ഞങ്ങളെ നോക്കുവാണോ പ്രൈസൻ? എന്തോ വല്ലാതിരിക്കുന്ന മുഖം, പനിയുണ്ടോ? ഞാൻ മഴ നനഞ്ഞതാ ഇത്. റെയിൻകോട്ട് കൊടുത്താലും പിന്നെ സ്കൂളിൽ നിന്ന് ബസ്സിലോട്ട് കയറാൻ നേരം ഞാൻ പറയും റെയിൻകോട്ട് എടുത്ത് തല, ഭയങ്കര മഴയായിരുന്നു. മഴ മൊത്തം നനഞ്ഞ് ഇവിടെ വന്നപ്പോഴും തല മൊത്തത്തിൽ നനഞ്ഞ് കുളിച്ചിരിക്കുമായിരുന്നു. രാത്രി മൊത്തം കോൾഡായിരുന്നു. പെട്ടെന്ന് ഇവന് പനി പിടിച്ച്. സാധാരണ ഇവിടുത്തെ പിള്ളേരൊക്കെ എന്ത് മഴയാണ് നനയുന്നതെന്നറിയാമോ? പക്ഷേ ഇവന് അന്ന് രാത്രി പിന്നെ ഞാൻ പെട്ടെന്ന് മരുന്നൊക്കെ കൊടുത്തു. കണ്ണൊക്കെ വല്ലാതെ ഇരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലൊക്കെ എടുത്തതാ. ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ പോയതാ, അത് ഇങ്ങനെ ആയത്. ഓക്കെ, അയ്യോ ഇപ്പോൾ രാവിലെ ഞാനിവിടെ ചായ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ പാല് ഇനി പിള്ളേർക്ക് ഉള്ളത് എടുക്കണം. അപ്പം ഞാൻ അതവിടെ വെച്ചിട്ട് പോയി എല്ലാം ഫ്രഷായിട്ടൊക്കെ വന്ന് ഇപ്പം തലയൊക്കെ ചീവി എല്ലാം റെഡിയായിട്ട് വന്നതാണ്. ഞാൻ പറഞ്ഞില്ല ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നുള്ള രീതിയിലാണ് വന്നേന്ന്. രാവിലെ ഞാൻ തുണി കഴുകാനും ഇട്ടിട്ടുണ്ട്. അപ്പോൾ 2-3 ദിവസം കൊണ്ട് മഴ ഇങ്ങനെ ഉണ്ട്. ഞാൻ ചിന്തിച്ച മഴയൊക്കെ തീർന്നെന്ന്. പക്ഷേ നല്ല ഹെവി മഴ ചിലപ്പം പെയ്യും. അതുകൊണ്ട് തുണിയൊക്കെ അങ്ങ് രാവിലെ ഇട്ടാൽ പിന്നെ അതങ്ങ് വിരിച്ചിട്ടാൽ കുഴപ്പമില്ലല്ലേ. അതുകൊണ്ട് തുണി അവിടെ ഇട്ട്. അപ്പം ഞാൻ ഇന്നുണ്ടാക്കുന്നതേ 2 ദിവസമായി ചോറ് ഇച്ചിരി ഇരിക്കുന്നു. അപ്പം ഞാനത് എൻ്റെ തെറ്റുകൊണ്ട് ഇത്തിരി വിട്ടുപോയതാണ് ആ ചോറെടുത്ത് വെച്ച് വാർക്കാൻ. 2 ദിവസമായതിനെ പിന്നെ അത് ഞാൻ ചിന്തിച്ചെന്നാൽ അത് കളയുന്ന എങ്ങനെ, അതുകൊണ്ട് അതും കൊണ്ട് പൂരി ഉണ്ടാക്കാമെന്ന്, ഇത്തിരി ഗോതമ്പൊടിയൊക്കെ ചേർത്തിട്ടേ. അപ്പം ഞാൻ ജാറിൻ്റെ അകത്ത് ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തേച്ചിട്ട് ഇരുന്ന ചോറെടുത്ത് ഇപ്പോൾ ഒരു 1.25 കപ്പോളം ചോറുണ്ട്. അപ്പോൾ അത്രയും തന്നെ ഗോതമ്പൊടി, ഈ ചോറും ഗോതമ്പൊടിയും കൂടി ഇതേ സെയിം ഇതിൽ നമ്മൾ പൾസ് ചെയ്ത് പുട്ടുണ്ടാക്കാൻ നല്ലതാണ്. പക്ഷെ അത് അന്നേരം കഴിക്കണം. പിന്നത്തേക്കിന് ആ പുട്ട് വെച്ചിരുന്ന മുറുമുറാന്നാവും. അതുകൊണ്ട് അന്നേരം തന്നെ അത് ഉണ്ടാക്കി കഴിക്കണം. അപ്പം ഞാൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് പാത്രത്തിൽ ഇത് മിക്സ് ചെയ്തിട്ട് ഉപ്പ് ചെയ്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഇട്ടിട്ട് ഉപ്പൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് പൾസ് ചെയ്തെടുക്കും. പിന്നെ ശരിയായില്ല എങ്കിൽ പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചായ റെഡിയായിരുന്നു. അവർക്ക് ചായ കൊടുത്തിട്ട് ഞാനൂടെ എനിക്കുള്ള ചായ എടുത്തിട്ട് അവിടെ വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് വെച്ച്. ഇപ്പം നമ്മൾ പുട്ടിനുണ്ടാക്കുവാണെങ്കിൽ നമ്മൾ ഇത് കുഴയ്ക്കുന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ഇപ്പം ഇത് പൂരിക്കാവുമ്പം ഈ ചോറും ഇതുകൂടെ ആകുമ്പം പറ്റത്തില്ല, ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്താലേ അത് ശരിയാവത്തുള്ളൂ. എനിക്ക് അന്നേരം ഈ വലിയ ജാറിൽ പറ്റിയില്ല, അതങ്ങോട്ട് പൾസ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ കൊച്ചു ജാറിലാകുമ്പം പെട്ടെന്ന് പറ്റും. അപ്പം ഞാനത് വീണ്ടും കൊച്ചു ജാറിലോട്ടാക്കിയിട്ട് പൾസ് ചെയ്തിട്ട് കുറച്ച് എടുത്തിട്ട് ഞാൻ ആ പാത്രത്തിലോട്ട് ഇട്ടിട്ട് പിന്നെ ഒന്ന് നോക്കി എങ്ങനെ പരുവം ഉണ്ടെന്ന്, അതനുസരിച്ച് ചപ്പാത്തിയുടെ പരുവത്തിലൊന്ന് കുഴച്ചെടുക്കട്ടെ. ഇത് കുഴച്ചിട്ടൊരു 15-20 മിനിറ്റൊക്കെ വെക്കുവാണെങ്കിൽ നന്നായിട്ടത് പൊങ്ങി വരും. കാരണം ഞാൻ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയതാണ്, എന്നിട്ടാണ് ഞാനിതിപ്പം വീണ്ടും ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് സമയമില്ലാഞ്ഞത് കൊണ്ട് ഞാൻ അത് റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചില്ല. അതുകൊണ്ട് ഒത്തിരി അങ്ങ് കുമിളിച്ച് വന്നില്ല. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഗോതമ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്നത് പോലുള്ള ഒരു സോഫ്റ്റിൽ. ഇതെന്ന് പറയുന്നില്ല പപ്പടം പോലെ ഇടച്ചിരി ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞു പോകുന്ന രീതിയാണ്. അപ്പോൾ ഞാനിതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഇച്ചിരി കയ്യിൽ ഓയിലൂടെ തേച്ചിട്ടൊന്ന് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഒന്ന് ഇച്ചിരി നേരം ഒന്ന് വെച്ചേക്കാം. ഞാൻ പറഞ്ഞാൽ ഇച്ചിരി നേരം വെച്ചിരുന്ന ഒരു 10-15 മിനിറ്റൊക്കെ ഇരുന്നാൽ ഇത് നന്നായിട്ട് പുള്ളി വന്നേനേയും. പക്ഷേ ഞാൻ അന്നേരം തന്നെ ഉണ്ടാക്കുമായിരുന്നു. രാവിലെ ആണേ സമയം കിട്ടത്തില്ലല്ലേ. അല്ലെങ്കിൽ ഇത് ഇന്നലെ രാത്രിയിലെ കുഴച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലും കുഴപ്പമില്ലായിരുന്നു. പപ്പടം പോലെ ഒത്തിരി അങ്ങ് പൊടിയുമെന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ ഗോതമ്പിൻ്റെ ആ പൂരിയുടെ കൂട്ട് അങ്ങനെയല്ലേ, ഇടയ്ക്ക് ചിലപ്പോൾ ഒന്ന് കുമ്പള പോലെ പൊട്ടിപ്പോവും. എന്നിട്ട് ഞാനിതൊന്ന് ചുട്ടെടുക്കട്ടെ. എനിക്കിപ്പോൾ പൂരിക്ക് കറിയോ കൂട്ടാനോ അങ്ങനെ വേണമെന്നൊന്നുമില്ല. ഞാൻ അങ്ങനെ ചായ ഉണ്ടെങ്കിൽ ചായയുടെ കൂടെ അങ്ങ് കഴിക്കും. ചായ ഇല്ലെങ്കിലും കുഴപ്പമില്ല, അല്ലാതെയും കഴിക്കുന്നതിന് എനിക്ക് കുഴപ്പമില്ല, ഇഷ്ടം.
ഇവർക്ക് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഉരുളൻകിഴങ്ങിൻ്റെ മസാല ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ കുഞ്ഞൊരു പാത്രത്തിലാണ്, ഇതിങ്ങനെ കുഴിയൻ പാത്രമാകുമ്പോൾ നമുക്ക് ഓയിൽ കുറച്ച് മതി, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ളതല്ല എണ്ണ ഒഴിച്ചുണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പൂരി ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ ഈ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്നും എനിക്കൊരു പ്രശ്നമാണ്. എന്നും എന്തായി ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്? ഇങ്ങനെ പുട്ടോ അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിലും കുഴപ്പമില്ല. എനിക്ക് പുട്ട് പഴവും അല്ലെങ്കിൽ പുട്ട് ഇച്ചിരി തേങ്ങ കൂട്ടി, റീച്ചാനാണെങ്കിൽ പുട്ടിൻ്റെ അകത്ത് ഇത്തിരി തേങ്ങ 3 സൈഡിലും ലാസ്റ്റും അവസാനം നടുക്കൊക്കെ ഇത്തിരി തേങ്ങ ഇട്ട് കൊടുത്താൽ റീച്ചാൻ പഴം കൂട്ടി കഴിക്കുന്നത് ഇഷ്ടമല്ല. അങ്ങനെ ആ തേങ്ങയുടെ ഇതിൽ കഴിക്കുന്നത് ഇഷ്ടം. പോളിന് പിന്നെ കറി ഉണ്ടെങ്കിൽ ഇഷ്ടമാണ്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതികളാണ്, എന്തോ ചെയ്യാനാ. അപ്പോൾ ഇന്നിങ്ങനെ പൂരി, അവർക്കെന്നും ഇങ്ങനെ ഈ പാസ്ത ഈ ബ്രെഡ് കൊണ്ടുള്ള എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അവർ കുശിയാണ്. കഴിഞ്ഞു. തുണി വിരിക്കണം, പാത്രങ്ങൾ കഴുകാൻ കിടക്കുന്നു. വെള്ളം മാറ്റിയിട്ട് വെള്ളം തിളപ്പിക്കാൻ വെക്കണം. കഞ്ഞിക്ക് വെച്ച് വറക്കാനുണ്ട്, അത് കഴിഞ്ഞ് പുതിയ കഞ്ഞി വെക്കണം. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിക്ക് വേണ്ടി വെണ്ടയ്ക്ക എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ റീച്ചാൻ പോയിട്ടില്ല. റീച്ചാൻ അതാ ചെയർ അവിടെ കൊണ്ടുവച്ചേ. റീച്ചാൻ തുണി ഇടുവാണെങ്കിൽ എല്ലാം ചെയറിൽ ഇടും, എന്നിട്ട് ചെയർ എടുത്തുകൊണ്ട് പോകും. പക്ഷേ ഞാൻ അങ്ങനെയല്ല, വാഷിംഗ് മെഷീനിൽ നിന്ന് എടുത്ത് ഞാൻ അങ്ങോട്ട് ഇടുക. റീച്ചാൻ പറഞ്ഞ് ഇവിടുത്തെയൊക്കെ ഞാനിടാം, ചെയറിലോട്ട് ഇട്ടതാണ്. ഞാൻ എന്താണെന്ന് ചെയ്യിപ്പിക്കാത്തത്, ഞാൻ പോളിൻ്റെ ടീഷർട്ടൊക്കെ ആണെങ്കിലും ഞാൻ ഇവിടെ ഇടും. ഇവിടെ ആകുമ്പോൾ ഈ അടുക്കളയിലെ ചൂടുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങും. റീച്ചാൻ പക്ഷേ പറയും അതെല്ലാം കൊണ്ട് ഫ്രണ്ട് അവിടെ ഇവിടെ ഇടണ്ടാന്ന്. ഞാൻ എത്ര ഇവിടെ ഇടാമോ എല്ലാം ഇവിടെ ഇട്ടിട്ടേ ബാക്കി അപ്പുറം ഇപ്പുറം ഇടത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയും ഞാൻ ഇട്ടോളാന്ന്. പിന്നെ കുറച്ചൊക്കെ റീച്ചായിട്ട് ബാക്കി, എന്നിട്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് റീച്ചായിട്ടിട്ട് 3 എണ്ണം ഇടാനേ ഉള്ളായിരുന്നു സ്ഥലം. ബാക്കി പിന്നെ ഞാൻ വീണ്ടും എടുത്തുകൊണ്ട് അവൻ്റെ ഡ്രസ്സുകളൊക്കെ അവിടെ കൊണ്ടിട്ടു. ഇപ്പം വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയാണ് വെക്കുന്നത്. ഇവിടെ കോമൺ ആയിട്ട് കിട്ടുന്ന വെജിറ്റബിളാണ് ഈ കാബേജ്, വെണ്ടയ്ക്ക, ഇതൊക്കെ എപ്പോഴും കിട്ടുന്നതാണ്. അപ്പോൾ ചേച്ചിയും ചിന്തിക്കും എന്നും ഇവിടെ കാബേജ്. ഈ കാബേജ് ഇവിടെ ഇവർക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. വെണ്ടയ്ക്ക പിന്നെ ഇവിടെ പ്രൈസമ്മോന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ചേച്ചൻ കഴിഞ്ഞ ദിവസവും വെണ്ടയ്ക്ക വാങ്ങിച്ചുകൊണ്ട് വന്ന്, അപ്പോൾ അതിന്നങ്ങ് അവന് മെഴുക്കുവരട്ടി, അവന് പിന്നെ ചപ്പാത്തിക്ക് അവൻ പിന്നെ 2 നേരവും ചപ്പാത്തി വേണേൽ കഴിച്ചോളും. എപ്പോഴും മാർക്കറ്റിൽ പോയാൽ കിട്ടുന്ന ഒരു സാധനമാണ് കാബേജ്. അപ്പോൾ വെണ്ടയ്ക്കൊക്കെ അത് ഇച്ചിരി ഉപ്പും മഞ്ഞളും മുളക് പൊടിയൊക്കെ ഇട്ട് ഒന്നിട്ടിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കും. ചോറ് വെച്ച് വറുക്കാനും വെച്ചിട്ടുണ്ട് അപ്പുറത്തെ സൈഡിൽ. വെണ്ടയ്ക്ക അവിടെ കിടക്കട്ടെ. ഇനി നമുക്ക് പാത്രം കഴുകിയെടുക്കാം. എല്ലാം ഞാൻ സോപ്പിട്ട് വെച്ചതാ, ഇനിയും കഴുകിയെടുത്താൽ മതി. കുറച്ച് നാളിൻ്റെ സ്പിരിറ്റ് ഇല്ലാതിരിക്കുക. ഞാനങ്ങനെ എടുത്ത് വെച്ചേക്കുമായിരുന്നു കബോർഡിൻ്റെ അകത്ത്. അപ്പോൾ ഇന്നലെ മെനഞ്ഞാന്ന് തൊട്ട് എന്നോട് ചോദിച്ച് പുറകെ നടക്കുമായിരുന്നു. പിന്നെ ഇന്ന് ഞാൻ എടുത്ത് കൊടുത്തതാണ്. അപ്പോൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം അടിക്കട്ടെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ മൊബൈലും നോക്കിക്കൊണ്ട് കുത്തിയിരിക്കും. ഇതൊരു അവിയലല്ല, ചേന അവിയലെന്ന് വേണേൽ പറയാം. കാരണം ഒന്നുമില്ലാഞ്ഞ് എനിക്ക് നമ്മുടെ അവിയലിൻ്റെ അരപ്പ് ചേർത്തൊരു കറി, അത് കുഴച്ചൊന്നുമല്ല എടുക്കുന്നത്, ഇച്ചിരി ലൂസായിട്ടാണ് എടുക്കുന്നത്, ഇച്ചിരി ചാറായിട്ട്. കാരണം എനിക്കിത് ഇച്ചിരി ഉണ്ടെങ്കിൽ വായിക്കൊരു രുചി പോലെ തോന്നും. അപ്പോൾ ഞാൻ ചേനയും ഒരു ക്യാരറ്റും ഒരു ഉരുളൻകിഴങ്ങും പിന്നെ സവാളയും ഇതെല്ലാം കൂടെ അതേ അത്രേ ഉള്ളു സാധനങ്ങൾ. പിന്നെ അതിൻ്റെ അകത്ത് അരപ്പൊക്കെ ഞാൻ അതൊന്ന് ആദ്യം ഒന്ന് കുക്കറിലൊന്ന് വേവിച്ച്, പിന്നീട് ഒരു വിസിലടിച്ച് വേവിച്ചതിന് ശേഷം പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ അവിയലിൻ്റേതായ അരപ്പ് ചേർത്തിട്ട് ഉപ്പും ചേർത്ത് ഇത്തിരി ഒന്ന് തിളപ്പിച്ചെടുക്കട്ടെ. അപ്പോൾ രാത്രിയിലായപ്പോൾ ഇങ്ങനെ ഇത്രയും ചാറലാണ് ഞാൻ എടുത്തത്. ആ ചാറുകളോടുകൂടിയാണ് ഈ പിള്ളേർക്കും ആ ചാറ് കൂട്ടി കൊടുത്താൽ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ചാറായിട്ട് എടുക്കുന്നത്. അവരിപ്പോൾ ഈ മോരൊക്കെ ഞാൻ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ പ്രൈസമ്മോന് ഈ ചാറ് ഇങ്ങനെ കൊടുത്താൽ അവന് ഭയങ്കര ഇഷ്ടം. മറ്റവനും ഇതിൻ്റെ ചാറാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ചേന എന്തോ ഇതൊന്നോ അങ്ങനെയൊന്നും ആരും ചെയ്യത്തില്ല. ചേന അല്ലാതെ ഇവർ തിന്നത്തില്ലല്ലേ. ഞാൻ ആ കുറച്ച് ചേന ഞാൻ
കുഞ്ഞു കുഞ്ഞായിട്ടരിഞ്ഞ്. അപ്പോൾ അതങ്ങ് അതിൻ്റെ അകത്തും അങ്ങ് ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാത്രിയിൽ എനിക്ക് കഴിക്കാൻ ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ ഓട്സ് എടുത്തിട്ട് അതൊന്ന് പൊടിച്ചിട്ട് അതിൻ്റെ അകത്ത് പിന്നെ ഇത്തിരി പാലും ഒഴിച്ച് സ്വല്പം ഉപ്പും ചേർത്തിട്ട് ഇത്തിരി സവാളയും കൂടെ ചേർത്ത്, ചിലപ്പോൾ ഞാൻ ചെയ്യും ക്യാപ്സിക്കം അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർക്കും. ക്യാപ്സിക്കം ഇത്തിരി ക്യാരറ്റൊക്കെ ഒന്ന് ചേർക്കും. എന്നിട്ട് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിക്കും. അപ്പോൾ എന്നിട്ട് നമ്മൾ സാധാരണ മുട്ട പൊരിക്കത്തില്ലേ അതുപോലെ ചെറിയ തീയിൽ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കും. അപ്പോൾ ഓട്സ് ഇച്ചിരി ഒന്ന് വേവണം, അതുകൊണ്ടാണ് ഞാൻ ചെറിയ തീയിലിടുന്നത്. എന്നിട്ട് ഒന്നീ വെളിച്ചെണ്ണ ഇങ്ങനെ ഇച്ചിരി ഒന്ന് സൈഡിലൊക്കെ തേക്കും, അല്ലെങ്കിൽ നെയ്യ് ചേർക്കും. ഞാനിപ്പം നെയ്യ് ചേർത്തില്ല, വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. അപ്പം അതാ അത്താഴത്തിന് ഞാൻ കഴിക്കുന്നത്. എന്നുമല്ല, ഇപ്പം ഇങ്ങനെ വൈകിട്ടൊന്നും അങ്ങനെ വായിക്കാൻ രുചിയില്ലെങ്കിലോ അങ്ങനെ ലൈറ്റായിട്ടെങ്കിലും കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിലോ അങ്ങനെ ആകുമ്പം ഇങ്ങനെ ഓട്സ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അല്ലാതെ ഈ ഓട്സ് കഞ്ഞി ആയിട്ട് കുടിക്കാൻ എനിക്കിഷ്ടമല്ല. പിന്നെ അല്ലെങ്കിൽ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാം. ഇതാകുമ്പോൾ എളുപ്പം അങ്ങ് ചെയ്യാമെന്നും പറഞ്ഞ് ഇങ്ങനെ ചെയ്തു. ചിലപ്പോൾ പൊടിക്കും, ചിലപ്പോൾ പൊടിക്കാറില്ല. ചിലപ്പോൾ ഞാൻ ഇച്ചിരി നേരം ഒന്ന് പാലൊഴിച്ചൊന്ന് കുതിർത്ത് വെക്കും. അപ്പം കുറച്ച് നേരം ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേനും അതങ്ങ് നന്നായി കുതിരും. ഇന്നിപ്പം ഞാൻ അങ്ങനെ കുതിർത്ത് വയ്ക്കാനൊന്നും നിന്നില്ല, പൊടിച്ചിട്ടങ്ങ് ഉടനെ അങ്ങ് ഉണ്ടാക്കുമായിരുന്നു. എന്നിട്ട് ഇങ്ങനെ ഈ പാനിൻ്റെ അകത്ത് ഇങ്ങനെ നന്നായി സ്പ്രെഡ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കും. അപ്പോൾ ഞാൻ ഇത് കഴിച്ചുകൊണ്ടിരുന്നതിനെ കോള് വന്ന് മമ്മി ടേസ്റ്റ് നോക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഇച്ചിരി കൊടുത്ത്. അപ്പം പറഞ്ഞു കുഴപ്പമില്ല. അവൻ തന്നെ ഇങ്ങോട്ട് അങ്ങനെ പറഞ്ഞു, ക്യാപ്സിക്കം ഒക്കെ ഇതിൻ്റെ അകത്ത് ഇട്ടാൽ നല്ലതാണ്. ഞാൻ പറഞ്ഞാൽ നല്ലതാണ്, അതൊക്കെ ഇടുന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുമെന്ന്. അപ്പോൾ ഇനി അതവിടെ കിടന്നൊന്ന് വേവട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ കൊച്ചു വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി, നിങ്ങൾക്ക് വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് ബട്ടണൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.